ഇന്നലെ വൈകിട്ട് തന്നെ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. സംഭവത്തിൽ കേസെടുക്കാനും സംഘാടകർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ. അതിൻ്റെ കൂടി ഭാഗമായാണ് ഉമാ തോമസ് MLAയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കഴിഞ്ഞ ദിവസം രാത്രി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ കാണുന്ന സ്റ്റേജിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റത്. കൃത്യമായ സുരക്ഷാ വീഴ്ച ഈ സ്റ്റേജിന് കൃത്യമായി ഈ ഗാലറിയിലെ കസാരകൾ മാറ്റി അതിന് മുകളിൽ ഇത്തരത്തിലൊരു സ്റ്റേജ് നിർമ്മിച്ചിരുന്നത്. കൃത്യമായ സുരക്ഷയില്ലായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ പോലീസ് BNS 125, 125B 3/5 ഒപ്പം കേരള പോലീസ് ആക്ട് 118E എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സംഘാടകർക്കെതിരെയും ഒപ്പം തന്നെ ഈ സ്റ്റേജ് നിർമ്മാണ കരാർ എടുത്തിരുന്നവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സ്റ്റേജിന് മുൻപിൽ വളരെ ചെറിയൊരു സ്റ്റേജാണ് താൽക്കാലികമായി കെട്ടിയിരിക്കുന്നത്. ഈ സ്റ്റേജിന് മുൻപിൽ 2 റോയിൽ കസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവഴി മതിയായി നടന്നു പോകാൻ മതിയായ സ്ഥല സൗകര്യമില്ലായിരുന്നു. ഈ ചെറിയ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ചെറിയ സ്റ്റേജിൽ 2 റോയിൽ കസാരകൾ ഇട്ടിരുന്നു. അതിന് മുൻപിലായിരുന്നു ഒരു ചെറിയ ഭാഗം നടന്നു പോകാനുണ്ടായിരുന്നത്. ഈ നടന്നു പോകാൻ മതിയായ സ്ഥലം ഇട്ടിരുന്നില്ല. ഒപ്പം തന്നെ ഈ കൈവരി നിർമ്മിച്ചിരുന്നില്ല. സുരക്ഷാ ബാരിക്കേഡ് ഒന്നും തന്നെ നിർമ്മിച്ചിരുന്നില്ല എന്ന് പോലീസിൻ്റെ FIRൽ കൃത്യമായി പറയുന്നുണ്ട്. കൃത്യമായ സുരക്ഷാ വീഴ്ച തന്നെയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഒരു നീല ബാരിക്കേഡ്, ക്യൂ ബാരിക്കേഡാണ്. സാധാരണ തിയേറ്ററിലും മറ്റും ആളുകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ക്യൂ ബാരിക്കേഡാണ്. ഈ ബാരിക്കേഡായിരുന്നു ഇന്നലെ ഈ സ്റ്റേജിൽ വെച്ചിരുന്നത്. അപ്പോൾ ഉമാ തോമസ് MLA കയറുന്ന വഴിക്ക് സപ്പോർട്ടിനായി ഈ ബാരിക്കേഡിലേക്ക് പിടിച്ചപ്പോൾ ഈ റിബൺ പോലുള്ള ഈ ബാരിക്കേഡ് അല്ലെങ്കിൽ ഈ ക്യൂ ബാരിക്കേഡ് താഴേക്ക് മറിയുകയായിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായാണ് ഈ കോൺക്രീറ്റിൽ തലയിടിച്ച് MLA വീഴുന്നൊരു സാഹചര്യം വന്നത്. ഇന്നലെ രാത്രി തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഇവിടെ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. പാലാരിവട്ടം പോലീസ് ഈ സംഘാടകരെ അടക്കം ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് കൃത്യമായ സുരക്ഷാ വീഴ്ച തന്നെയാണെന്ന് പോലീസിന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് ഉടൻ തന്നെ കടക്കുമെന്നാണ് മനസ്സിലാകുന്നത്.